ഈ ബഡ്ജറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാവർക്കും തന്നെ ഇത് ഉറപ്പായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ആക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിയാം കൃത്യമായിട്ട്. എനിക്കിപ്പോൾ ശമ്പളമാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ ശമ്പളം ഇത്രാം തീയതി ഇത്ര രൂപ എനിക്ക് കിട്ടും എന്നുള്ളത്. ഇത്ര എമൗണ്ട് ഞാൻ എൻ്റെ ജീവിത ചെലവുകൾ കാര്യങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 50% എൻ്റെ എക്സ്പെൻസുകൾ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ മീറ്റ് ചെയ്യും. അത് ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ 30% എനിക്ക് വരുന്ന എൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രീമിയങ്ങൾ അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ EMI എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞാനൊരു 30% അലോക്കേഷൻ കൊടുക്കുന്നു. 20% ഞാൻ കമ്പൽസറി ആയിട്ട് എൻ്റെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ആംഗിളിലേക്ക് ആദ്യം തന്നെ അലോക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ചിലവുകളോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കൺസിഡർ ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് ഈ ബഡ്ജറ്റ് ഇങ്ങനത്തെ അലോക്കേഷൻ കൊടുക്കുക. അതിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു അലോക്കേഷനിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ട് അത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് ചിലപ്പോൾ വന്നിട്ടുള്ള ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഇത് എഴുതുക, അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മളുടെ എക്സ്പെൻസുകൾ കാര്യങ്ങൾ നമ്മൾ അലോക്കേഷൻ വെച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ടോ, അതിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ആ എക്സ്പെൻസ് അതിനേക്കാൾ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാം നമ്മൾ കറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിങ്ങുകൾ കാര്യങ്ങൾ, നമ്മൾ ഡ്രസ്സുകൾ മേടിക്കുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടോ. കാരണം ഈ പൈസ ഉണ്ടല്ലോ, നമ്മളത് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് വരാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ വരുന്നൊരു ഗ്രോത്തിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഒരു ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹാബിറ്റ് പോലെ ഇത് ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. അത് നല്ല രീതിയിലുണ്ടാവും. കാരണം നമുക്കറിയാം നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന എമൗണ്ട് ഞാൻ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു ചിലവുകളോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ഈ 30% നമ്മളുടെ EMI കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്, പലപ്പോഴും ആൾക്കാർ ഇന്നത്തെ കാലത്ത് ബാങ്കുകൾ എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമാണ് നമുക്ക് ലോണ് തരിക എന്നുള്ളത്. അപ്പോൾ ലോണ് അവർ തരാൻ വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ആ ലോൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുക, നമ്മളുടെ ഈ പറഞ്ഞ ഈ 30%-ൻ്റെ ഉള്ളിൽ തന്നെ ഈ EMIയും നമ്മളുടെ പ്രീമിയം കാര്യങ്ങൾ അടയ്ക്കുന്നതിനുള്ള തുകയെല്ലാം അതിൽ നിൽക്കുന്നുള്ളൂ. അതിന് കൂടുതൽ ആക്കാതെ നോക്കുക.